ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിലൊരു നെയ്പത്തിരിയുടെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇതെവിടെ ഒരു കപ്പ് കുതിർത്തെടുത്തിട്ടുള്ള പച്ചരി എടുത്തിട്ടുണ്ട്. കുതിർത്തെടുത്തതിന് ശേഷമാണ് ഒരു കപ്പ് ഉള്ളത്. പിന്നെ നമ്മൾ തലേ ദിവസം ഒന്നും കുതിർക്കണമെന്നില്ല. നമ്മളിത് തയ്യാറാക്കുന്നതിനും 1 മണിക്കൂർ മുന്നേ കുതിർത്തെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഇതുപോലെ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നെയ്പത്തിരി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളത്തിലൊന്നും അരി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഇതവിടെ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് മഷി പോലെയൊന്നും അരച്ചെടുക്കണ്ട, ഒന്ന് തരുതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ഇത് അരച്ചെടുത്തതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ലൂസായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഉപ്പ് പോരാൻ തോന്നിയിട്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഈ ഒരു അരിപ്പൊടി നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയില്ലേ, പച്ചരി അല്ലാത്ത മറ്റേ അരി, അത് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഉണക്കിയെടുത്തിട്ട് പൊടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇടിയപ്പം, നെയ്പത്തിരി, ഒറോട്ടി ഇതെല്ലാം തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഞാൻ ഇത് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് സ്പൂണ് വെച്ച് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്പൂണ് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടിയുടെ കറക്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ നമുക്കിത് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആകുന്നത് വരെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത് ആദ്യം സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പച്ചരി എടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടിപ്പോകരുത് കേട്ടോ. പച്ചരി കൂടിപ്പോകാന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, ഒട്ടും സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനിത് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വാഴയിലയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാം. അപ്പം നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം വലിപ്പമുള്ള നെയ്പത്തിരി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉരുളകളുടെ വലിപ്പം കൂട്ടാം. പിന്നെ ഒരുപാട് വലിപ്പത്തിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കാന്നുണ്ടെങ്കിലും അതുപോലെ നല്ല കനത്തിൽ പരത്തിയെടുക്കാന്നുണ്ടെങ്കിലും ഇത് പൊങ്ങി കിട്ടൂല. അപ്പോൾ ഇത് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തവി കൊണ്ട് അനക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തൊടാതെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. നെയ്പത്തിരി നമ്മൾ പല രീതിയിലും തയ്യാറാക്കലുണ്ട്. തലേ ദിവസം ചൂടുവെള്ളത്തിലൊക്കെ അരി കുതിർത്തിട്ടും തയ്യാറാക്കലുണ്ട്. അതുപോലെ തന്നെ പുട്ടുപൊടി വെച്ചിട്ട് തയ്യാറാക്കലുണ്ട്. ഇത് നമുക്ക് തലേ ദിവസം ഇനിയിപ്പോൾ അരിയൊന്നും കുതിർക്കാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു മണിക്കൂർ മുന്നേ അല്ല, പച്ചരി ഒന്ന് കുതിർത്തെടുത്താൽ മാത്രം മതി. അങ്ങനെ ഞാൻ ഇതവിടെ നെയ്പത്തിരി മുഴുവനും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തലേ ദിവസം അരി കുതിർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആർക്കും ഒട്ടും തന്നെ ടെൻഷൻ വേണ്ട, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.